ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ, മീശ മാധവൻ, ചാന്തുപൊട്ട്, മുല്ല, രസികൻ തുടങ്ങിയ സിനിമകൾ നമുക്ക് തന്നൊരു ആക്ടർ ഡയറക്ടർ കോംബോ. ഈ ലിസ്റ്റിലെ മുക്കാൽ ഭാഗം പടങ്ങളും ഹിറ്റുകളാണ്. ഹിറ്റുകൾ എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓർത്തിരിക്കുന്ന സിനിമകളുമാണ്. അപ്പോൾ ഇത്രയും ട്രാക്ക് റെക്കോർഡുള്ള ടീമിന്റേതായി 2012 പുറത്തിറങ്ങിയ സിനിമയായിരുന്നു സ്പാനിഷ് മസാല. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരുന്ന 2-3 കാര്യങ്ങൾ ഇവയാണ്. അതിൽ ആദ്യത്തേത്, അക്കാലത്ത് മിനി സ്ക്രീൻ കോമഡി പരിപാടികളിൽ ഒരു സ്റ്റാറായി മാറിയിരുന്ന നെൽസൺ എന്ന കലാകാരന് ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ള റോള് ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. അടുത്തത് തീർച്ചയായും ഇതല്ലാതെ പൂർണ്ണമായും സ്പെയിനിൽ ചിത്രീകരിച്ച മറ്റൊരു മലയാള സിനിമ ഉണ്ടോ എന്ന സംശയമാണ്. ഇനി കുഞ്ചാക്കോ ബോബന്റെ നെഗറ്റീവ് ഷെയ്ഡ്. എന്താ പറയാ, ഇന്നൊരു പക്ഷേ, അതായത് 2016 വേട്ട എന്ന സിനിമയ്ക്കൊക്കെ ശേഷം കുഞ്ചാക്കോ ബോബൻ എന്ന നടനെ ഒരു നെഗറ്റീവ് ടച്ചുള്ള റോളിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഒരു വശത്ത് നായകനായ ദിലീപും മറുവശത്ത് വില്ലനായ കുഞ്ചാക്കോ ബോബനും നേർക്കുനേരെ നിൽക്കുമ്പോൾ എന്തോ ഇവരെ ദോസ്ത് എന്ന സിനിമയിലെ പോലെ കാണാനാണ് എനിക്കിഷ്ടം, ഇങ്ങനെ കാണാൻ താല്പര്യമില്ല എന്നൊരു തോന്നൽ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ വരാറുണ്ടായിരുന്നു. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഈ സിനിമയിലെ മ്യൂസിക്. ആസ് യൂഷ്വൽ പടം എങ്ങനെയുള്ളതാണെങ്കിലും വിദ്യാസാഗർ അറിഞ്ഞു പണിയെടുക്കും എന്നുള്ളതിന്റെ മറ്റൊരു എക്സാമ്പിൾ. എത്ര മനോഹരമായ പാട്ടുകളാണ് ഈ സിനിമയിലുള്ളത്. ഇതിലെ പാട്ടുകൾ ഇറങ്ങിയ സമയത്ത് കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ച ആരെഴുതിയാവോ എന്ന പാട്ടായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്നാൽ ഇതിലെ മുഴുവൻ ആൽബവും കേട്ട് കഴിഞ്ഞ ശേഷം പഴയ 70s 80s റെട്രോ ബോളിവുഡ് സോങ് ഇഷ്ടപ്പെടുന്ന എനിക്ക് വളരെ യാദൃശ്ചികമായി അതേ ലെവലിൽ കിട്ടിയ ഒരു മലയാളം പാട്ടായിരുന്നു ഈ സിനിമയിലെ ഇരുളിൽ ഒരു കൈത്തിരി എന്ന സോങ്. പിന്നെ കുറച്ചു കാലം അതായിരുന്നു എന്റെ ഫേവറേറ്റ്. പക്ഷെ കാര്യങ്ങൾ അവിടെ കൊണ്ടൊന്നുമില്ല. പടത്തിൽ മറ്റൊരു സോങ് ഉണ്ട്. ഇതിപ്പോ എങ്ങനെ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് അറിയില്ല. ഇതിപ്പോ ഒരു റൊമാൻറ്റിക് സോങ് ആണോ മെലഡി ആണോ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്നും അറിയില്ല. പക്ഷെ ഈ പാട്ട് എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഈ പാട്ടിൽ ഇപ്പൊ അതിന് മാത്രം ഉള്ളതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു 10-15 കൊല്ലം മുമ്പിറങ്ങിയ സിനിമാ പാട്ടുകളിൽ ഞാൻ ഇപ്പോഴും കേൾക്കുന്ന ഒരു പാട്ടുണ്ടെങ്കിൽ അത് ഇതായിരിക്കും. ഈ കാണിക്കുന്ന വിഷ്വൽസിൽ നിന്ന് തന്നെ അതേതാ പാട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു.